back to my channel. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ്. നിങ്ങളെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസൈഡ് ചെയ്യാം. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദൈവം നമ്മളെ ഭൂമിയിലേക്കൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഒരു കൈയും ഒരു കാലും കൂടി എങ്കിലും എക്സ്ട്രാ തന്നിരുന്നെങ്കിൽ എനിക്ക് അതിയായിട്ട് തോന്നിയ ഒരു നിമിഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, അത് ഡ്രൈവിംഗ് ആണ്. ടു വീലറിന്റെ കേസല്ല, മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഫോർ വീലറിന്റെ കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു താല്പര്യം എന്നിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ പപ്പയാണ്. പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്നെ ടു വീലർ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ടു വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തന്ന വ്യക്തി എന്ന് പറയുന്നത് പപ്പയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് ഡ്രൈവിങ്ങിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഭ്രമം തോന്നുന്നത് പുള്ളിയിൽ നിന്ന് ആണ്. അപ്പൊ പുള്ളിയിൽ നിന്ന് തുടങ്ങി ഒരുപാട് വ്യക്തികൾ മാറി വന്നിട്ടാണ് എനിക്കിപ്പം ഏറ്റവും അവസാനമായിട്ട് ഫോർ വീലർ പഠിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഏറ്റവും അവസാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ഫോർ വീലർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ വേറൊരാളുടെ സഹായം ഇല്ലാതെ ഒരു എൽബോർഡിന്റെ സഹായം ഇല്ലാതെ എനിക്കിപ്പോൾ ഫോർ വീലർ ഓടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനാണ്. പുള്ളിയാണ് എന്നെ എന്ത് ചെയ്തത് ഈ ഫോർ വീലർ ഒരു രീതിയിലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓടിക്കാനായിട്ടുള്ള നല്ല രീതിയിൽ എന്നെ സഹിച്ച് ആ രീതിയിൽ ആക്കിയെടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പൊ നമുക്ക് ടൂ വീലറിൽ നിന്ന് തുടങ്ങാം. ആദ്യം എൻ്റെ പപ്പ എന്ത് ചെയ്തത് ടൂ വീലർ എന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കസിന്റെ ടൂ വീലർ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട് ടൂ വീലർ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു അടുത്തുള്ള ഒരു കസിന്റെ വണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ പപ്പ എന്ത് ചെയ്തത് ടൂ വീലറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പഠിപ്പിച്ചത്. അപ്പൊ അതിന് മുമ്പ് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു, സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞ് സൈക്കിൾ ബാലൻസ് ഉള്ളവർക്ക് വളരെ എളുപ്പമാണ്, കയറി ഇരുന്നാൽ മതി, വണ്ടി തന്നെ ഓടിക്കോളും എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷെ എൻ്റെ കേസിൽ എനിക്കിതൊന്നും ഒരു ഇതല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ വണ്ടി വീഴാതെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ആ ഒരു ടിപ്പ് നമുക്ക് ആ ഒരു ബാലൻസ് നമുക്ക് സൈക്കിൾ ബാലൻസിൽ നിന്ന് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ട്. പപ്പയാണ് എന്നെ എന്ത് ചെയ്തത് ഈ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ടൂ വീലർ ഇങ്ങനെ ഓടിക്കാനായിട്ട് പഠിപ്പിച്ചത്. അപ്പൊ എന്നെ എന്ത് ചെയ്തു, പപ്പ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ടൂ വീലർ ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ടാണ് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഓടിക്കാൻ പഠിപ്പിച്ചത്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പോയി എന്നോട് പറയുമ്പോൾ പൊക്കോ വിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്ത് ആ ഒരു പപ്പ ഉണ്ടല്ലോ പുറകിന്, കാരണം പപ്പ പറഞ്ഞപ്പോൾ ഒന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് മുമ്പോട്ടങ്ങ് പോയി. എനിക്ക് ബ്രേക്ക് എവിടാന്ന് പിടിക്കണമെന്ന് ഒരു കാര്യം എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അതൊരു പഴയ സ്കൂട്ടി ആയിരുന്നു, അതിന് നമ്മൾ വിചാരിക്കുന്നവരുള്ള ഒരു ബ്രേക്ക് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു ആ രീതിയിൽ അങ്ങ് ഓടിച്ചങ്ങ് പോയി. ഓടിച്ചു പോയിട്ട് പെട്ടെന്ന് നിർത്തുപോലെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എവിടെ നിർത്തണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പിന്നെ എന്ത് ചെയ്തു ഒരു മതിലിന് കയറി ഇടിച്ച് അവിടെ നിൽക്കുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഡ്രൈവിങ്ങിന്റെ. എപ്പോഴും ഡ്രൈവിങ്ങിനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നെത്തുന്ന ഒരു സീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇടിച്ച് കയറിയ ഒരു സീനാണ്. അങ്ങനെ ടൂ വീലർ കുറേയൊക്കെ വീണിട്ടൊന്നുമില്ല, വലിയ വീഴ്ചകൾ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചൊരു ബാലൻസ് ആയപ്പോഴത്തേക്കിനും പപ്പ എനിക്ക് എന്ത് ചെയ്തു ഒരു ടൂ വീലർ വാങ്ങി തന്നു. അങ്ങനെ ഞാൻ അതിൽ തന്നെ ഓടിച്ച് കുറേ ബാലൻസ് ഒക്കെ ആയി, മമ്മിയൊക്കെ പുറകിൽ വെച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള ബാലൻസ് ആയി. അങ്ങനെ ടൂ വീലറിന്റെ കാര്യത്തിൽ വലിയൊരു സ്ട്രഗിളൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. പക്ഷെ കുറെ ശ്രമിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ളൊരു എൻകറേജ്മെന്റ് അതിൽ നിന്നും കിട്ടി. പിന്നെ ഫോർ വീലർ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോഴത്തേക്കിന് ടൂ വീലറും ഫോർ വീലറും കൂടെ ഒരുമിച്ച് ഉള്ള ലൈസൻസ് കിട്ടി എനിക്ക്. അപ്പം അവിടെ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേരെ ഒരുമിച്ച് നമ്മൾ ഡ്രൈവിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറെ രസകരമായ നിമിഷങ്ങളിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഇപ്പൊ പറയുന്നവർക്ക് അവിടെ എന്ത് സുഖമാണ് ഇത് ഓടിക്കാൻ, സിമ്പിളാണ്, ഫോർ വീലർ ആകുമ്പോൾ ഒരു പേടിയില്ല, ഒന്നും പേടിക്കാനില്ല, സുഖമാണ്, കയറി ഇരുന്ന് നമ്മൾ എവിടെ വീണാലും ഇന്നും താഴെ വീഴത്തില്ലല്ലോ, ടൂ വീലർ ആണെങ്കിലേ താഴെ വീഴത്തുള്ളൂ, തന്നെ വണ്ടി പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയും. പക്ഷെ ഞാൻ പറയുന്നത് ഈ പറയുന്നവർക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ അനുഭവിച്ചറിയുന്നവർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളിൽ പലരും ഇത് എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ചവരായിരിക്കുമല്ലോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്നവർക്ക് പെട്ടെന്ന് പറയാം, പക്ഷെ നമുക്കിത് അനുഭവിച്ചാലേ എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ കുറേ ഇങ്ങനെയൊക്കെ കേട്ടു, എളുപ്പമാണല്ലോ. പക്ഷെ ലൈസൻസ് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ. ടൂ വീലർ ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ
പെട്ടെന്ന് എന്താ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസിനൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. എന്താ രണ്ടിൻ്റെ 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ലൈസൻസ് ക്ലിയർ ആയി കേട്ടോ. അത് കിട്ടി, അതിനൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ലൈസൻസ് ഒക്കെ കിട്ടി. അപ്പോൾ ആ ലൈസൻസ് പിടിച്ച് 2 വീലറിൻ്റെ 4 വീലറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിലും 2 വീലർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 4 വീലറിൻ്റെ ലൈസൻസ് പേരിന് ഒരു ഗമയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ പിടിച്ച് ഒരു 4-5 വർഷം ഞാൻ എന്ത് ചെയ്തു മുമ്പോട്ടേക്ക് പോയി. കാരണം ലൈസൻസ് കൊണ്ട് പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. പിന്നെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വീട്ടിലില്ലായിരുന്നു. പക്ഷെ വേറൊരാളുടെ വണ്ടിയൊക്കെ നമുക്ക് ഓടിച്ച് നോക്കുക, അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പഠിക്കാനൊക്കെ വേറൊരാളുടെ വണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ 4-5 വർഷം മുമ്പോട്ടേക്ക് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഞാൻ പിന്നെയും 2 വീലറിലേക്കുള്ള ഒരു ഭ്രമം എന്നിൽ എന്ത് ചെയ്തു പിന്നെയും വന്നു. അപ്പം സാഹചര്യം എനിക്ക് അനുകൂലമായിരുന്നു. കാറൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു സണ്ണി ഓൾട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഓൾട്ടോയിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു നമ്മൾ ശ്രമിച്ചു നോക്കി. പക്ഷെ എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പേടി. എന്താ വെച്ചാൽ പേടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇടിക്കോ, ബേസിക്കലി എനിക്ക് കുറച്ച് പേടി കൂടുതലുള്ള ഒരു ഇതിലാണേ. അപ്പം പെട്ടെന്ന് ഇത് എവിടെയെങ്കിലും ഇടിച്ചു പോവോ, ഇത് നിന്ന് പോവോ, ഞാൻ മറ്റൊരാൾ കൊടുത്താൽ അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വണ്ടി സ്റ്റാർട്ടാവുന്നു, അവരുടെ വണ്ടി നിന്ന് പോകുന്നില്ല, ഞാൻ ഇതിന്ന് കാലെടുക്കുമ്പോൾ ഉടനെ ഇതങ്ങ് നിന്ന് പോവുക. അപ്പം ഇതെല്ലാം കൂടെ എനിക്ക് ഈ 2 കാല് വെച്ചിട്ട് ഈ പറഞ്ഞ ആക്സിലേറ്ററും പിന്നെ ബ്രേക്കും ക്ലച്ചും ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എല്ലാവരും. അപ്പം ഞാൻ ചിന്തിച്ച് ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ എന്തൊരു പ്രയാസപ്പെട്ടാണേ. കാരണം ഇവരെയൊക്കെ സമ്മതിക്കണം. കാരണം നമ്മുടെയൊക്കെ കൂടെ പോകുമ്പോഴേ ഇവരൊക്കെ നമ്മളോട് ജോലിയായിട്ട് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് പോവുക. പിന്നീട് എനിക്കുണ്ടല്ലോ 4 വീലർ ഓടിക്കുന്ന എല്ലാവരോടും ഭയങ്കര ബഹുമാനമായിരുന്നു. പിന്നെ ഞാൻ അന്ന് തൊട്ട് എന്ത് ചെയ്തു, എല്ലാ ആൾക്കാരും ഏത് വണ്ടിയെ കയറി കഴിഞ്ഞാലും ഞാൻ നോക്കുന്നത്, ബസ്സെ കയറിയാൽ പോലും ഞാൻ നോക്കുന്നത് എന്ത് കൂളായിട്ടാണ് ഇവരൊന്ന് വണ്ടി ഓടിക്കുന്നത്. ഗിയർ ഒന്നും മാറ്റുന്നത് അറിയത്തുമില്ല. ഞാനൊക്കെ ഗിയർ മാറ്റുന്നത് കുലുങ്ങി ഞാൻ വണ്ടി ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റുമോ അതുപോലെയാണ്. വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുക. ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിള് ഇത് ചെയ്തിട്ടാണ് ഞാൻ ആ ഓൾട്ടോയിലൊന്ന് ആദ്യമായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഞാൻ എന്നോട് ഇങ്ങോട്ട് അച്ഛനൊക്കെ ഓരോ റൂള് പറഞ്ഞു തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ടല്ലെന്ന് പറയാം, എൻ്റെ ആശാൻ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്, എൻ്റെ ആശാൻ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്. കാരണം എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാനെ കുറച്ച് ടിപ്സ് നമ്മളെപ്പോഴും ഓർത്തിരിക്കുമല്ലോ. ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ആളല്ലേ. അപ്പം പുള്ളി എന്നോട് പറയാം, പിന്നെ നിന്റെ ആശാൻ പഠിപ്പിച്ചിട്ട് നീ ഇതൊക്കെ എന്താ പഠിക്കാൻ, നീ വണ്ടി ഓടിക്കാൻ എന്താ, ആ രീതിയിൽ പറയുമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ്റെ അമ്മയാണെങ്കിലും പിന്നെ എനിക്ക് പിന്നെ ഓൾട്ടോ ഓടിക്കാൻ അല്ലെങ്കിൽ എനിക്ക് വണ്ടി പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓൾട്ടോ അവിടെ ഇട്ടിരുന്നത്, പഠിച്ചെടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കിത് ചെയ്ത് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഞാനത് ശ്രമിക്കുമ്പോഴും എനിക്കങ്ങ് ഭയങ്കര പേടി. അങ്ങനെ ആ വണ്ടിയെ ഞാൻ ഇറങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മേലാൽ ഈ ഒരു 4 വീലർ ഓടിക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല. അതുപോലെ എനിക്കങ്ങ് മനസ്സ് മടുത്തിട്ടായിരിക്കും ഞാൻ ആ വണ്ടിയിൽ നിന്ന് കാല് തിരിച്ചെടുത്ത് വെക്കുന്നത്. കയറുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് കയറും. പക്ഷെ എനിക്ക് ദൈവങ്ങളൊന്നും എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്ത. പിന്നെ ആര് വണ്ടി ഓടിക്കുന്നത് കണ്ടുകൊണ്ട് പോയാലും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാരെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനം. ഇവർക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു, ഇവരിത് എങ്ങനെ പഠിച്ചെടുത്തു, ഭയങ്കരമായിട്ടുള്ള ഒരു ആകാംക്ഷ. ഇവരിത് എങ്ങനെയാണ് ഇവർ സാധിച്ചത്, പറ്റുന്നുണ്ടല്ലോ ഇവർക്കെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരുപാട് പേര് എന്നെ ഈ ഓൾട്ടോയിലൂടെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, വണ്ടി ഓടിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പക്ഷെ എനിക്ക് ഒരു രീതിയിൽ ഇതങ്ങോട്ട് ഒരു രീതിയിൽ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. അച്ചാച്ചൻ ശ്രമിച്ചു, അച്ചാച്ചൻ്റെ അനിയൻ ശ്രമിച്ചു, ഒരുപാട് രീതിയിൽ എന്നെ ഭയങ്കര ആത്മാർത്ഥമായി എല്ലാം വളരെ ഞാൻ പെട്ടെന്ന് വണ്ടി നിന്ന് പോവുക. അപ്പോൾ അതിനുള്ള ടിപ്പൊക്കെ വളരെ വളരെ ആത്മാർത്ഥതയോടെ വളരെ ക്ഷമയോടുകൂടി എനിക്ക് പറഞ്ഞൊക്കെ തന്നു. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് ഒരു രീതിയിൽ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സാകെയൊക്കെ മടുത്തുപോയി. അങ്ങനെ കുറെ നാളത്തേക്ക് പിന്നെ വേണ്ടാന്നങ്ങ് വെച്ച് ആ പാടെ സീനായി. എനിക്കങ്ങ് ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന സംഭവമായി വേണ്ട, എവിടെ വേണേലും 2 വീലർ കൊണ്ട് പോകാമല്ലോ. 4 വീലർ ഓടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു 4 വീലർ ആണ് ഏറ്റവും കംഫർട്ടബിൾ, പ്രത്യേകിച്ച് ലേഡീസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് 4 വീലർ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 2 വീലർ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് 4-5 വർഷമായിട്ട് ഞാൻ 2 വീലറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് ഇത് പഠിക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എവിടെ വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും ഞാൻ 2 വീലറെ പോകണം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം ഇതെനിക്ക് വയ്യ, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ എത്ര ദൂരം വേണേലും പൊക്കോളാം, എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഞാൻ 2 വീലറെ പോകോളാം. പക്ഷെ 4 വീലർ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കൈ കൂപ്പിയ ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു 2-3 വർഷം അങ്ങ് പോയി. 2-3 വർഷം കഴിഞ്ഞ ശേഷം അന്നേരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്വിഫ്റ്റ് എടുക്കുന്നത്.
സ്വിഫ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് എന്താ അച്ഛൻ ഫുൾ കോൺഫിഡൻസ് തന്നു, നീ ഇതിനകത്തിൽ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു, ഒരു പ്രശ്നമില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെ എന്ത് ചെയ്തു, എന്നെ കമ്പൽ ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് വേറൊരു ആശാനെയൊക്കെ വിളിച്ച് വീണ്ടും സണ്ണിയിലും ഓട്ടോയിലും ഒക്കെ ഒന്ന് ശ്രമിച്ച് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പരാജയമായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് തീർത്ത് എഴുതിയ ഒരു കാര്യമാണ് ഈ 4 വീലർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്വിഫ്റ്റ് വാങ്ങിയതിന് ശേഷം അച്ഛൻ എന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, കമ്പൽ ചെയ്ത് നിർബന്ധിച്ച് പുള്ളി തന്നെ സമയം കണ്ടെത്തി ഇതിങ്ങനെ പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്താണ് ഈ 2 വീലർ ഈ 4 വീലർ ആണെങ്കിൽ എന്നെ സ്വിഫ്റ്റിലൊക്കെ ഓടിക്കാനായിട്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാറിന് ജസ്റ്റ് ഇങ്ങോട്ട് വരാം, ആ ഒരു വീതി മാത്രമേ ആ റോഡിനുള്ളൂ. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞങ്ങളുടെ വീട് ഒരു കയറ്റത്താണ്, ആ കയറ്റത്തിൽ കൂടെ കയറ്റി ഈ ഒരു ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ച് ഒരു ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയാം. അപ്പൊ ആ ഒരു വഴി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ വീടങ്ങാണോ താഴെയോ റോഡ് സൈഡിലോ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിട്ട് കൊണ്ട് കയറ്റാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉള്ളൊരു റോഡാണ്. അപ്പം എന്താണ് ഈ രീതി റോഡിൽ കൂടെ 4 വീലർ എന്ന് എനിക്ക് ഓടിച്ച് കയറ്റാൻ പറ്റും, ആ ഒരു രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം സ്വിഫ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം അച്ഛൻ എന്നെ നിരന്തരമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് വളരെ അതെടുത്ത് പറയേണ്ട കാര്യമാണ്, വളരെ ക്ഷമയോടുകൂടി എന്ത് ചെയ്യായിരുന്നു എന്നെ ഈ സ്വിഫ്റ്റിൽ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സ്വിഫ്റ്റിൽ പഠിപ്പിച്ച് റിവേഴ്സ് ഇട്ട് റോഡിലേക്ക് ഇറക്കിയിട്ട് വേണം നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാനായിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, റിവേഴ്സിൽ എത്ര ഞാൻ ശ്രമിച്ചാലും എൻ്റെ കാല് ഇതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കിന് ഇതെൻ്റെ വണ്ടി ഓഫായി പോവാ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അച്ഛനൊക്കെ വളരെ കൂളായിട്ട്, കാരണം അവർക്ക് വർഷങ്ങളായിട്ടുള്ള ഇതായിരിക്കാം, എന്തോ എനിക്ക് പറ്റത്തില്ല, വണ്ടി ഓഫായിപ്പോൾ. അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടിയിൽ നിന്ന് കരഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. കരഞ്ഞിറങ്ങി ഇവിടെ വന്നപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ കൊച്ചിനെ കരയിപ്പിച്ച്, പഠിച്ചില്ലേ, പഠിക്കണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ച് എനിക്കങ്ങ് മാനസികമായിട്ട് അങ്ങ് വിഷമം തോന്നി. പിന്നീട് അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നീട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, നിന്നെ അത്രയും ഒരു മാനസികമായിട്ട് ഇത് ചെയ്താലേ നിനക്കൊരു വാശി തോന്നുന്നുള്ളൂ. ശരിക്കും സത്യമാണ് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിൽ അന്നേരം കരഞ്ഞെങ്കിലും എനിക്ക് പിന്നീട് ഒരു വാശിയാണ് ഉണ്ടായത്, ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഇത് പഠിച്ചെടുത്തിട്ടേ ഉള്ളൂ കാര്യം എന്നുള്ളൊരു മനസ്സിലൊരു വാശി എനിക്ക് ഉണ്ടാവുകയും പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒട്ടും വിട്ടുകളയാതെ വീണ്ടും ഇതിനു വേണ്ടി തന്നെ ശ്രമിച്ചു. അങ്ങനെ കുറേ എഫേർട്ട് എടുത്തിട്ട് കുറേ ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് 4 വീലറൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ചൊക്കെ ഡിസ്റ്റൻസിൽ പോകാനായിട്ട് തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് എല്ലിൻ്റെ ആ ഒരു ബോർഡിൻ്റെ ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എത്ര നന്നായിട്ട് ഓടിക്കുന്നു എന്ന് ഹസ്ബൻഡിന് ബോധ്യപ്പെട്ടപ്പോഴും പുള്ളിയോട് ഞാൻ ഈ എടുത്ത് കളയാനായിട്ട്, എൽ ബോർഡ് എടുത്ത് കളയാനായിട്ടുള്ള വേണ്ട, കാരണം ഇതുണ്ടെങ്കിൽ കുറച്ച് പ്രിഫറൻസ് കിട്ടും എന്നുള്ള രീതിയിൽ അത് വേണ്ട, എടുത്ത് കളയണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പക്ഷെ ഞാൻ അറിയാതെ പുള്ളി ഒരു ദിവസം എൽ ബോർഡ് എടുത്ത് കളഞ്ഞു. ഇത് അറിയാതെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഒരു കോൺഫിഡൻസ് 4 വീലർ ഓടിക്കാനായിട്ട് കിട്ടിയത്. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇതിനിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഓർമ്മയിൽ വന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 വീലറിനേക്കാളും കൂടുതൽ അവസരങ്ങളുണ്ട്. വണ്ടി വീട്ടിൽ ഉണ്ടായിട്ടും നമ്മളിൽ പലരും ഈ ഒരു കാര്യം പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കേസിലാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എനിക്കാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ മറ്റാരെങ്കിലും ഇവിടെ ഇല്ല എങ്കിൽ പോലും എനിക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കും വേറൊരാളുടെ സഹായം ഇല്ലാതെ. അതുപോലെ എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടാവുകയാണെങ്കിലും പെട്ടെന്ന് എനിക്ക് അവരെ ഇവിടെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മഴ, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഒക്കെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഇങ്ങനൊരു അവസരം നമ്മളിൽ മിക്കവാറുള്ള എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ ഒരു ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയൊരു ഇതാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാരണം ഒത്തിരി പേര് ഞാനിങ്ങനെ വണ്ടി ഓടിച്ചൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴും എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ പറ്റി, എനിക്ക് പറ്റത്തില്ല. പക്ഷെ എല്ലാവരുടെ വീട്ടിൽ ഇപ്പം വണ്ടി ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണല്ലോ. അപ്പം എല്ലാവർക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും പറ്റും. കാരണം ഇത് പല പ്രാവശ്യം ഈ ഒരു എഫേർട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തി എനിക്കിത് പറ്റത്തില്ല എന്ന് കരുതി മനസ്സുമെടുത്ത് ഇനി ഇതിനെപ്പറ്റി ശ്രമിക്കുന്ന ഓർക്കുന്ന കാര്യം പോലും ഇല്ല, ഈ എടുത്ത സ്വിഫ്റ്റ് തിരിച്ചു കൊടുത്തേക്കാം
എനിക്ക് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് എടുത്ത ഒരു വണ്ടി എനിക്ക് തിരിച്ചു കൊടുത്തേക്കാം എന്ന് പോലും മനസ്സിൽ വിചാരിച്ചിരുന്ന ആ മൊമെന്റിൽ നിന്നൊക്കെ എനിക്കിത് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കിത് എന്തായാലും പറ്റും. അപ്പം നമുക്ക് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും പറ്റും. കാരണം നമുക്ക് എന്താണ് ഇച്ചിരി ക്ഷമയോടുകൂടി നമ്മളൊന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ രീതിയിൽ, എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ നിർത്തി വെച്ച ആ ഒരു എന്താണ് ഡ്രൈവിംഗ് പഠനം നിങ്ങൾക്ക് പുനരാരംഭിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക, എത്രയും വേഗം ചെയ്യുക. അപ്പം എന്താണ് എല്ലാവർക്കും നല്ല രീതിയിൽ സ്വന്തമായിട്ട് സെൽഫായിട്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റട്ടെ. അപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം എങ്കിൽ മാത്രമേ എൻ്റെ ഇനിയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പം എല്ലാവരുടെയും ഹെൽപ്പ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.